എന്നാലും രാഘവട്ട അവൾ ഇത്ര പെട്ടെന്ന് എന്നെ വിട്ടു പോകുന്നു ഞാൻ കരുതിയില്ല. വിഷമിക്കാനൊന്നുമില്ല. എൻ്റെ അമ്മണി പോയാൽ കഷ്ടമുണ്ട്. ഇത് ഏതമ്മണി? എൻ്റെ അമ്മണി പൂച്ച. എത്ര നന്നായിട്ട് ഞാൻ വളർത്തിയാന്നുള്ളു. ആരോഗ്യത്തോടെ വളർന്ന. അതുപോലെയാണത്. എന്താ അനുസരണമുള്ളതെന്നറിയാം. ഞാൻ അങ്ങടും ഇങ്ങടും പോകുമ്പോ ഇങ്ങനെ നോക്കി നിൽക്കും. അടുത്തുള്ളവരൊന്നും ഒരു പരാതി ഇന്ന് വരെ അവളെ കൊണ്ട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ദൈവം എന്നോട് ഈ ചതി ചെയ്തല്ലോ. എന്തിനാണ് നിങ്ങളിപ്പോ ദൈവത്തിനെ പറയണത്? രാഘവേട്ടന് അറിയാവാ അതിനെ മേടിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞാണ് വേണ്ട വേണ്ടെന്ന്. അപ്പൊ മേടിച്ചാലേ പറ്റുള്ളൂ. എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഇത്തിരി പോകുന്ന കമ്മല് അതുകൊണ്ട് പണിയെ വെച്ചിട്ടാണ് മേടിച്ചത്. പക്ഷെ ഇത്ര പെട്ടെന്ന് സൂര്യാഘാതം വന്നിട്ട് എന്റെ മോള് മരിക്കുന്ന ഞാൻ കരുതിയ. അതിന്റെ പാല് കറന്ന് വിൽക്കണം എന്തൊക്കെ സ്വപ്നം. സാരില്ല, ഞാൻ ഐശ്വര്യത്തോടെ വളർത്തിയല്ലേ ഒരു തത്തേന. എത്ര നന്നായിട്ട് ചിലപ്പോ ചോദിച്ചതിനെല്ലാം ഉത്തരം പറഞ്ഞ തത്തേരും. അവസാനം പറഞ്ഞു പോയില്ലേ. എന്റെ രാഘവട്ട പ്രാന്ത് പിടിപ്പിക്കാതിരിക്കെ. ഈ തത്തനെയും പൂച്ചയുടെ പോലെയാണത്. ഇത് മനുഷ്യന് ഉപകാരമുള്ള ഒരു ജീവിയല്ലേ. രാഘവേട്ടൻ ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? തത്തയുടെ പൂച്ചയുടെ കഥ പറയാനാണോ? ആ പലിശക്കാരി ശീതളിനോട് പറയാൻ വല്ല മറുപടി ഉണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്ക്. അങ്ങനെ അതൊന്നും ഒരു പ്രശ്നമല്ല. ഇവിടെ പശുവും തത്തയും പൂച്ചയാണ് വലുത്. ഹലോ, ഞാനൊരു സുഗതന്റെ വീട്ടിലായില്ലേ. സുഗതന്റെ പശു സൂര്യാഘാതത്തിൽ ചത്തുപോയി. അതെ, നീ പുറത്തേക്കൊന്നും ഇറങ്ങല്ലേ. നല്ല ചൂടാണ്. അകത്തന്നെ ഇരുന്നോ, ഫാനിട്ടിരുന്നോ കേട്ടോ. അതോടെ ഇറങ്ങണ്ട. രാഘവട്ടം കൊടയൊന്നും എടുത്തില്ലേ? വീട് ഞാൻ കേട്ട പാതിങ്ങനെ ഓടിയല്ലേ. തണലത്ത് കൂടെ പോയാൽ മതി കേട്ടോ. പോട്ടാ. നമ്മൾ കടം മേടിച്ച് പശുവിനെ മേടിച്ച കാര്യമൊക്കെ നീ എന്തായിട്ട് നാട്ടുകാരോട് പറയണേ? നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഓർമ്മയുണ്ടാവട്ടെ എന്നോർത്താണ്. എടിയിപ്പോ ആ പശു പ്രസവിച്ചിട്ട് അതിന്റെ പാല് കറന്നിട്ട് നാലാൾക്ക് വിറ്റ് വരുമാനം കിട്ടുകയാണെങ്കിൽ നീ ഇത് പറയോ? അതിന്റെ മുമ്പ് ചത്തോട്ടല്ലേ ഇപ്പൊ ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത്? പാളോ, ശീതളം വരുമ്പോ നിങ്ങൾ തന്നെ ഈ കഥയൊക്കെ അങ്ങോട്ട് പറഞ്ഞോ. ഇവിടെ മനുഷ്യന്റെ മനസ്സിൽ ആദ്യമാണ് വാങ്ങിയ മുതൽ പ്രാക്കാണ്. പിന്നെ ചാവാണ്ടിരിക്കും. എന്നാലും എന്റെ സൂര്യ, കൂടപ്പിറപ്പിനെ പോലെ നിന്നെ കണ്ടതല്ലടാ ഞാൻ. ഒരു തുള്ളി വെള്ളം കിണ്ടി നിനക്കെറിഞ്ഞു വെച്ചിട്ടാ ഒരു തുള്ളി വായിലേക്ക് ഞാൻ വെക്കുന്നത്. ചതിച്ചല്ലോടാ സൂര്യ,
എനക്ക് ഇരുട്ട് മതി എനക്ക്. സൂര്യൻ വേണ്ട സുഖട്ട. ഈ കൈ കൊണ്ട് ആ പൈനെ കറക്കണ്ടവനാ ഒരു പൊടി മണ്ണ് ഭാര്യയായിട്ട് മേക്കിട്ടത്. സങ്കടമുണ്ട്, നല്ലോണം സങ്കടമുണ്ട്. കൊന്നതാ ആര്? അതിഥി തൊഴിലാളികളെ കറവക്കാര്. എന്തിന്? ആ പൈ പെറ്റ് കഴിഞ്ഞാലേ കറക്കാൻ വേണ്ടി സുഖതട്ടൻ എന്നേലും വിളിക്കൂലോ. അതെ. ആ അത് അവരറിഞ്ഞുകൊണ്ട് ക്ഷുത്രം ചെയ്ത് കൊന്നു കഴിഞ്ഞത്. അതൊന്നും അല്ല ഉണ്ണിയെ, ഞാൻ എന്നും അതിനെ തൊഴുത്തിലാ കെട്ടാറ്. ഇന്നിപ്പോ പോകുമ്പോ രാവിലെ ആ കിഴക്ക ഭാഗത്ത് കുറെ പുല്ല് കിളിർത്തിക്കണ കണ്ടപ്പോ ഞാൻ അതിനെ അവിടെ കെട്ടിയിട്ട് പിണ്ണാക്ക് മേടിക്കാൻ പോയി. പിണ്ണാക്ക് മേടിച്ച് തിരിച്ചു വന്ന് നോക്കിയപ്പോ നാവ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കടിച്ചിട്ട് കയ്യും കാലും വിറകലിച്ച് സൂര്യാഘാതം ഏറ്റിട്ട് ഇങ്ങനെ മരിച്ചു കിടക്കും. എന്ന് ഞാൻ ആ ഗേറ്റിലെ പോകുമ്പോ അതന്നെ വാ ഓരോ വിളിയൊക്കെ കണക്കുള്ളതാണ്. ചേട്ടാ കഷ്ടകാലല്ല, എന്താ പറയാ. ഒന്നും ചിന്തിക്കണ്ട. എന്റെ വീട്ടിന് തൊട്ടപ്പുറം മാതമാഷ പയ്യങ്ങനെ ചത്തത്. പക്ഷെ അവർക്ക് പ്രശ്നമില്ല, അതിന് ഇൻഷുറൻസ് ഉണ്ട്. ഡബിള് പൈസ ഇൻഷുറൻസ് ഉണ്ടാ. കുന്തമുണ്ട് ഇൻഷുറൻസ്. എന്തിനാ ഇവിടെ അതിനെ കൊണ്ടുണ്ടായ കട എങ്ങനെ മാറ്റൂന്ന് ഓർത്തോണ്ടിരിക്കുമ്പോഴാണ് ഇൻഷുറൻസ്. കടത്തിന്റെ കാര്യം പറയരുത് പറഞ്ഞിട്ടില്ല. പിന്നെ പലിശക്കാര് ചെയ്തോളം വരുമ്പോ നിങ്ങൾ എന്താണെന്ന് പറയാൻ പോണത്? ഒരു മരണം നടന്ന വീടായത്. എന്തരുത് റൊക്കൊരു 5000 രൂപ കൈമ തരട്ടെ. എന്തിന്? രാത്രി ഞാൻ വരും ഒരു വണ്ടി 3-4 ആളുമായിട്ട്. അതിനെ കുഴിച്ചെടുത്ത് മാന്തി എടുത്ത് ഞാൻ കൊണ്ടുപോകും, മണ്ണ് അതുപോലെ ആക്കി വെക്കും. എന്തിന് ഈ ചത്ത പശുവിന്? 1-2 ഇറച്ചിക്കടക്കാരെ എനിക്ക് പരിചയമുണ്ട്. ഞാനിങ്ങനെ കുറച്ച് കൊടുക്കും, അവരെ ഡബിള് പൈസ തരും. നിങ്ങൾക്ക് മോശം ഉണ്ടാവില്ല, എനിക്ക് മോശം ഉണ്ടാവില്ല. അത് പിന്നെ അല്ല എല്ലാം പശു. ചത്ത പശുവിന് വെച്ചിട്ടുള്ള കാശൊന്നും സുഖതന വേണ്ട. അല്ല എല്ലാം ചത്ത പശുവിനെ നാട്ടുകാരെ തീറ്റിക്കാൻ വേണ്ടി ഇറങ്ങിക്കണം നീ. എല്ലാം ചത്ത് കൊണ്ടിട്ടാണല്ലോ തീറ്റിക്കുന്നത്. എല്ലാ പശുവും ചത്തിട്ടാണല്ലോ ഭക്ഷണം ഉണ്ടാക്കും. കണ്ടാലറിയാം. 100-400 ഉറുപ്പ്യ കൊടുത്ത സാധനം. പശുക്കളെ വേണ്ടു, മനുഷ്യനെ വേണ്ട ഉണ്ണിക്ക്. അതിന് പ്രാന്താന്നാട്ട തോന്നുന്നു. ഇങ്ങനെയൊക്കെയാണ് ജീവിക്കാൻ പഠിച്ച മനുഷ്യന്മാര്. എങ്ങനെ ജീവിക്കണേ? ചത്ത പശുവിന് വിറ്റിട്ട് കാശുണ്ടാക്കേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ല. പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും ജീവിക്കണേന്ന് പറഞ്ഞാണ്. എങ്ങനെ ജീവിക്കണേ? നീ ഒരു മനുഷ്യശ്രീയാണ്. ചത്ത് കുളിച്ചിട്ട പശുവിനെ അതിന് മാന്തി എടുത്തിട്ട് വീണ്ടും ജനങ്ങളെ കൊണ്ട് തീറ്റിക്കേ. നിങ്ങളോട് ഞാനത് തീറ്റിക്കാൻ പറഞ്ഞു. പിന്നെ എങ്ങനെ കാശുണ്ടാക്കുന്ന കാര്യം നീ പറഞ്ഞു? ഇവിടെ നിങ്ങൾ ആ മനുഷ്യൻ കാണിക്കണതിന്റെ പകുതി ബുദ്ധി കാണിച്ചാൽ മതിയായിരുന്നല്ല. ഇവിടെ കിടന്ന് തുള്ളണ്. അതെ, ഈ തുള്ളൽ നിർത്തിയിട്ട് ഒരു കാര്യം പറയാമോ? എന്താ? ആ ശീതളം വരുമ്പോ നിങ്ങൾ എന്താണ് പറയാൻ പോണ? എന്താണ് പറയാൻ പോണേന്ന്? കരഞ്ഞോണ്ടിരുന്നാ മതി. ഹലോ, അതെ, എന്താ മെമ്പറേ? ആ മെമ്പറേ, അതിന്ന് ഇല്ല ഇല്ല, ഇൻഷുറൊന്നും ഇല്ല. ഇങ്ങനെ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചില്ല. കടം ഉണ്ടെന്ന് പറ. കടം? അതെ, എന്നാ ഞാൻ അങ്ങോട്ട് വരാം. അങ്ങോട്ട് വരാം. ശരി മെമ്പറേ. എന്താണ് മെമ്പർ സത്യശീലനെ വിളിച്ചത്? എന്താണ്? ഈ പ്രകൃതി ദുരന്തത്തിൽ പെട്ടിട്ട് ചത്തുപോണ കന്നുകാലികൾക്ക് ധനസഹായം കിട്ടുമെന്ന്. പൈസ കിട്ടുമെന്നാ? ആ. പിന്നെന്താണ് ഇവിടെ കുത്തിയിരിക്കണം? പോയി
ഹലോ, എന്താ പഞ്ചായത്തില്? ഞാനില്ല, ഞാനിത് മാറാതെ ഇവിടുന്ന് ഒരു പുറത്തേക്ക് ഇറങ്ങണില്ല. ഇനി മഴയൊക്കെ പെയ്തിട്ട് ഒന്ന് ഭൂമി തണുക്കട്ടെ, എന്നിട്ടേ വരുന്നുള്ളൂ. ശരി ശരി ശരി. അപ്പൊ പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഇല്ലെങ്കിൽ ചെയ്തോ നീ? അല്ലേ, ഓക്കെ ഓക്കെ. സുഗത, എന്താ? അല്ല എന്നോട് ഇത് എന്തൊരു ഹലോ, എന്താ? ഇല്ല, ഏട്ടൻ പുറത്തേക്ക് പോയതാണല്ലോ. വന്നാ പറയാട്ടോ. ശരി. ഇങ്ങനെയൊക്കെ ചില പരിപാടികൾ വേണ്ടി വരും ഇതിന്റെ ഇടയ്ക്ക്. എന്താ കയ്യിനെ പറ്റിയ? കയ്യന് എന്റെ സുഗത ഒന്നും പറയണ്ട, സൂര്യാഘാതം. തന്റെ പശുവിന് പറ്റിയ തന്നെ. പശു ചത്തു, ഞാൻ ചത്തില്ല, അത്രേ എളുപ്പം മാറ്റം. പശു പോയി, അത് 10,000-70,000 ഉറുപ്പ്യ കൊടുത്തിട്ട് വാങ്ങിയത്. അത് എന്ത് പൊട്ടണജി, എടാ ഇൻഷുറൻസ് എടുക്കണ്ടേ? അല്ല, അത് ഇത്ര പെട്ടെന്നൊരു സൂര്യാഘാതം വന്ന് ചാവുന്ന ഞാൻ കരുതിയില്ലോ അമ്പറേ. എന്തിനാ സൂര്യാഘാതം പറഞ്ഞു? പാമ്പ് കടിച്ചു എന്നാലും പശു ആവൂലേ? ഇതേപോലെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻഷുർ ചെയ്യണത്. അത് ചെയ്തിട്ടില്ല നീ? അല്ല, അപ്പൊ മെമ്പർ പറഞ്ഞില്ലേ എന്താ പ്രകൃതി ഇതിൽപ്പെട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടുന്നു? അത് കിട്ടും. അത് ഒരു 16,400 രൂപ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതല്ലേ, എന്നാ ഞാൻ അത് പോയി മേടിക്കാം. എവിടുന്ന്? പഞ്ചായത്തിൽ നിന്ന്. പഞ്ചായത്തിൽ എന്താണ് പൈസ? അവിടുന്നല്ലേ? അവിടുന്നല്ലേ കിട്ടാ? പഞ്ചായത്തിൽ നിന്നല്ല, അത് മൃഗാശുപത്രിന്നാണ്. ഈ മൃഗാശുപത്രി എവിടെ നിൽക്കാറിയാം? റെയിൽവേ സ്റ്റേഷന്റെ അല്ലേ? ഞാൻ അവിടുന്ന് മേടിക്കാം. എപ്പോഴൊക്കെ ഈ പോണത്? അല്ല, മൃഗാശുപത്രി പോയിട്ട് കാശ് അങ്ങോട്ട് ഓടി ചെല്ലുമ്പോഴേക്ക് കിട്ടുന്നില്ല. അല്ല, എന്താ പറയാ, ശീതളിന് കുറെ പൈസ കൊടുക്കണ്ടായിട്ട് പലിശക്ക് മേടിച്ചിട്ടാ ഈ പശു. ഈ വെള്ളം ഈ തോർത്ത് മുക്കിട്ടെ ഒരു ലേശം ഇവിടെ തളിച്ചങ്ങട്. അല്ലേ, ഒരു സുഖം ഉണ്ടോ? ഈ കൈ കൊണ്ട് കൂടി തളിക്കുമ്പോ ഒരു ശരിയാവണില്ല. ഇത് പൊക്കാനും വയ്യതാണ്. ചെറുതായിട്ട് മതിട്ടാ. എന്താ ഒന്നിങ്ങനെ ഒപ്പിയാലോ? പിന്നെ സുഗത, ഇപ്പൊ തന്നെ മൃഗാശുപത്രി പോവാ. എന്നിട്ട് ഡോക്ടറെ കാണുക. ഡോക്ടറെ ഒന്ന് കാണാൻ. ഡോക്ടറെ ഒന്ന് കാണാന്. എന്നാ കാര്യം എന്നാ? വീട്ടിലേ പശു ചത്തു. അത് ശരി. ഈ പശു ചത്ത കാര്യം ഒന്ന് ഡോക്ടറോട് പറയാൻ. നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ നമ്പർ തന്നേക്ക്. ഡോക്ടർ കാണിച്ചാൽ പറയാ, ഡോക്ടറെ അങ്ങോട്ട് വിടാ. അല്ല, ഡോക്ടർ അങ്ങോട്ട് വരണമെന്നില്ല. അപ്പൊ പശുവിനെ കുഴിച്ചിട്ടു. പിന്നെ ഇതിനെ വരുന്ന ഡോക്ടർ റീത്ത് വെക്കോല, അല്ല സഞ്ചാരത്തിന്റെ ഡേറ്റ് അറിയിക്കോല. അല്ല, ഈ പശു ചത്ത ഇവിടുന്ന് പൈസ സഹായം കിട്ടുമെന്ന് പറഞ്ഞു. ധനസഹായത്തിന്? അത് ശരി. പശുവിനൊന്നും അസുഖം ഉണ്ടേനാ? ഒരസുഖം ഉണ്ടായിരുന്നില്ല. പിന്നെങ്ങനെയാ ആത്മഹത്യ ചെയ്തിയാ? അല്ല, ഈ സൂര്യതാപം അടിച്ചിട്ടാണ് പശു ചത്തത്. നിങ്ങൾക്ക് അത് 16,000 ഉറുപ്പിക കിട്ടും. അത് മെമ്പർ പറഞ്ഞത്. ഈ ബാക്കി ഉണ്ടെങ്കിൽ 30 ഉറുപ്പിക കിട്ടും. ഈശ്വര, 30 മേലൊക്കെ കിട്ടിയ എല്ലാ കടവും വിടും. ഇനിയിപ്പോ 16,000 കുഴപ്പമില്ല, സർക്കാർ തരണല്ലോ. ഒന്ന് പിടിച്ചേക്കേ. അപ്പൊ അത് മേടിക്കാൻ വന്നാണ്. അങ്ങനെ കയ്യും വീശി വന്നാതൊന്നും കിട്ടൂല. പിന്നെ എന്തുണ്ട്? അതിന് അതിന്റെ രേഖയെല്ലാം വേണം. എന്താ? പശു നിങ്ങൾ തന്നെയാ? പശുവിന്റെ ആണേ. അത് നിങ്ങൾ പറഞ്ഞാ പോരാ, നിങ്ങളെ വാർഡിലെ മെമ്പർ വരണോ? നിങ്ങളെ മെമ്പർ ആരേനു? സത്യശീലൻ. മൂപ്പരിന്ന് ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കണം. പശു നിങ്ങളതാണെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം. അത് സത്യശീലൻ അറിയാം എന്റെ പശുവാണെന്ന്. മെമ്പർ ഇവിടെ ഒരു കത്തല് വേണ്ടു. അത് ഞാൻ നിക്ക് മെമ്പറെ മാത്രം പോരാ, ഈ പശുവിന്റെ പേരിൽ നിങ്ങൾ സർക്കാരിൽ നിന്ന് ഒരു ധനസഹായം കൈപ്പറ്റിയില്ല എന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസറിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി വേണം. ഞാൻ കൈപ്പറ്റിയിട്ടില്ല. അത് പക്ഷെ മൂപ്പര് പറയണത് സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ ഈ 2 പേപ്പറും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ 2 കൂടി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടും. 2 കൂടി കൊണ്ടുവരുക. ഇവിടുന്ന് ഒരു ഫോം വരും, അത് പൂരിപ്പിച്ചിട്ട് സാറിന് എടുത്ത് കൊടുത്താൽ ബാക്കി പൈസ ബാക്കി കാര്യങ്ങളൊക്കെ സാറ് തന്നു. എന്നാ ഞാൻ ആ പേപ്പർ റെഡിയാക്കിയിട്ട് വരാം. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതാണ്. ചോറിച്ചാ? ചോറ് കഴിച്ചാ? ഇല്ല, ചോറ് കഴിച്ചിട്ടില്ല. നമ്മളിൽ ഇപ്പൊ 2 ആളെ ചോറേ ഉള്ളൂ. അല്ല, ഞാൻ പോണ വഴിക്ക് കഴിച്ചു. എന്തെല്ലാം ടീമല്ലേ. പശു ചാവും കാത്താ നീ. പുറത്ത് കെട്ടിയതിരിക്കും ചിലപ്പോ. സൂര്യാതാപം മെരിക്കട്ടെ പുറത്ത് കെട്ടിയിരിക്കും. ഇവരെല്ലാം ഇപ്പൊ പശുവിന് വാങ്ങും, കൊല്ലു കഴിഞ്ഞിട്ട് കണക്കില്ലാത്ത പൈസ പിടിക്കാൻ വേണ്ടിട്ടായിരിക്കും.
അതാ അതിന് മാറ്റി കെട്ടി കേട്ടോ. അത് ഇവിടുത്തെ പശുവാന്നേ, കണക്കുണ്ട് അതിന്റെയല്ലോ. നല്ല പശുക്കുട്ടിയാ. കൊടുക്കുന്നൊന്നുമില്ല. എന്താ പരിപാടി ഇനിയിപ്പൊ അതിന് സൂര്യ